ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. സിങ്കോണിയം പ്ലാന്റ് എങ്ങനെയാണ് വെള്ളത്തിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ വളർത്തുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ബോട്ടിലിൽ ഒരു അരയന്നത്തിനെ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു മാർക്കർ കൊണ്ട് ഒരു ഔട്ട്ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ കാണുന്ന ഈ പാടുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പശ ഞാൻ നല്ലോണം ഉരച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്തിരി പശ ഇരുന്നോടുന്നു. അവിടെ ഇത്തിരി കളറൊക്കെ പിടിച്ചിട്ടുള്ളതാണ് കാണുന്നത്. അതിനുശേഷം ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഔട്ട്ലൈനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അരയന്നത്തിൻ്റെ കൊക്കിന് റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ചെയ്തതിനേക്കാളും ഇഷ്ടമായത് ഈ ഒരു ഔട്ട്ലൈനാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അരയന്നം വെള്ളത്തിൽ കിടക്കുന്നത് പോലെ ഒരു അടിഭാഗത്തൊരു ഔട്ട്ലൈൻ കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. കുപ്പിയുടെ മുകൾ ഭാഗത്തൊക്കെ ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഫാബ്രിക് പെയിൻറ് തന്നെ ബ്ലാക്കാണ് ഞാൻ കൊടുക്കുന്നത്. വെള്ളം ചേർക്കാണ്ട് വേണം പെയിൻറ് ചെയ്യാനായിട്ട്. ബ്ലാക്ക് കളറായതുകൊണ്ട് തന്നെ ഒരു കോട്ട് കൊടുത്താൽ മതിയാവും, ഒരു വട്ടം അടിച്ചാൽ മതിയാവും കേട്ടോ. പക്ഷേ വൈറ്റ് അരയന്നത്തിന് ഞാൻ വൈറ്റ് കൊടുത്തപ്പോൾ ഒരു തവണയല്ല, ആദ്യത്തെ ഒരു തവണ കൊടുത്തപ്പോഴും അതിൻ്റെ ആ നീല നിറം പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിൽ ഒരു കോട്ട് കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഉണങ്ങാതെ പിന്നെ അതിന് മുകളിൽ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്റ് ഇങ്ങോട്ട് അടർന്ന് പോരുകയാണ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം പിന്നെ അതിന് മുകളിൽ ഒരു കോട്ട് കൂടിയും കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ വെറുതെ ഇരുന്നിങ്ങനെ കാണുമല്ലേ, അപ്പോൾ തൊട്ടടിയിൽ ലൈക്ക് ഉണ്ട്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അതേപോലെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അരയന്നം വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അടിയിൽ വെള്ളത്തിന് ഒരു ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഡാർക്ക് ബ്ലൂവും അതിൽ വൈറ്റ് ഇത്തിരി മിക്സ് ചെയ്തിട്ട് ഒരു സ്കൈ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ചെറുതായിട്ടൊരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡാർക്കും വൈറ്റൊക്കെ ആയിട്ട്, ഡാർക്ക് ബ്ലൂവും വൈറ്റൊക്കെ കൂടിയിട്ടൊരു ചെറിയ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ സിങ്കോണിയത്തിൻ്റെ കട്ടിങ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ സിങ്കോണിയം കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലീഫുകൾ അത്യാവശ്യമുണ്ട്, അതിൽ വേരുകളുണ്ട്. സിങ്കോണിയം പ്ലാന്റ് മണ്ണിൽ എന്നതുപോലെ തന്നെ വെള്ളത്തിലും നല്ല ബുഷിയായിട്ട് തന്നെ വളരും. വെള്ളത്തിൽ പ്ലാന്റ്സ് വളർത്തുമ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അതിലുള്ള വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.